ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയും പാസ്റ്റർ PM ശമൂവേലും എന്ന എപ്പിസോഡിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ നസറേത്തിൽ നടന്ന ഉണർവ് യോഗങ്ങളെക്കുറിച്ചായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. ആ ഉണർവ് യോഗങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടക്കുവാനും സഹായിച്ചു. ഈ നസറേത്തിലെ ഉണർവിനെക്കുറിച്ചറിഞ്ഞ മദ്രാസ് നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന പാസ്റ്റർ ഗോപാലൻ ദാനിയേൽ എന്ന ശുശ്രൂഷകൻ പാസ്റ്റർ PM ശമൂവേലിനെ വിളിക്കുകയും മദ്രാസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ പാസ്റ്റർ PM ശമൂവേൽ മദ്രാസിൻ്റെ വിവിധ ഭാഗങ്ങളിലെ യോഗങ്ങളിൽ സംബന്ധിക്കുകയും നൂറുകണക്കിന് ജനങ്ങൾ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവാനും മാനസാന്തരപ്പെടുവാനും ആ യോഗങ്ങളിലൂടെ ഇടവന്നു. മാത്രമല്ല, ആ മീറ്റിങ്ങിൽ സംബന്ധിച്ച 12ഓളം പേർ പാസ്റ്റർ PM ശമൂവേലുമായി ചേർന്ന് 12ഓളം സുവിശേഷകർ പാസ്റ്റർ PM ശമൂവേലുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും തീരുമാനമെടുത്തു. യഥാർത്ഥത്തിൽ മദ്രാസ് നഗരത്തിൽ ആ മീറ്റിങ്ങുകൾ ഒരു വലിയ ഉണർവിന് കാരണമായിരുന്നു. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആന്ധ്രയിൽ നിന്ന് പോലും ഈ മീറ്റിങ്ങുകൾ സംബന്ധിച്ചവരുണ്ട്. അങ്ങനെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കടന്നു വന്ന ഉണർവ് യോഗങ്ങളിൽ സംബന്ധിച്ച ചിലർ പാസ്റ്റർ PM ശമൂവേലിനെ തിരുച്ചിറപ്പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവിടെയും കടന്നു ചെന്ന് മീറ്റിങ്ങുകൾ നടത്തി സഭകൾ സ്ഥാപിച്ചു. അങ്ങനെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഇടങ്ങളിലായി പെന്തക്കോസ്ത് സഭകൾ രൂപീകരിക്കപ്പെട്ടു. ആ സമയത്താണ് PM ശമൂവേലിന് ഒരു തീരുമാനം മനസ്സിൽ ദൈവം കൊടുക്കുന്നത്. ആന്ധ്രാപ്രദേശിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണമെന്ന് പരിശുദ്ധാത്മാവ് പാസ്റ്റർ PM ശമൂവേലിനോട് ഇടപെടുകയാണ്. ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ശക്തമായ ഒരു ദൂതായിരുന്നു ആന്ധ്രാപ്രദേശിൽ പോയി പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെ. ആ സമയത്താണ് ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്തിൽ നിന്ന് ഒരു എഴുത്ത് പാസ്റ്റർ PM ശമൂവേലിൻ്റെ കേരളത്തിലെ അഡ്രസ്സിലേക്ക് വരികയാണ്. അത് വായിച്ചു നോക്കിയപ്പോൾ മദ്രാസിലെ ഉണർയോഗത്തിൽ പങ്കെടുത്ത TP ഗുരുദാനം എന്ന വ്യക്തിയാണ് ഈ എഴുത്തെഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ തമിഴ്നാട്ടിലും കേരളത്തിലും പെന്തക്കോസ്ത് സഭകൾ ആരംഭിക്കുകയും നൂറുകണക്കിന് പേരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് നിങ്ങൾ ആന്ധ്രയിലെ മക്കളെ മറന്നു? നിങ്ങൾ ഇവിടെ കടന്നു വരണം. ഇവിടെ നിങ്ങൾക്കായി മീറ്റിങ്ങുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആന്ധ്രാപ്രദേശിലേക്ക് കടന്നു പോകാൻ താല്പര്യപ്പെട്ടിരുന്ന പാസ്റ്റർ PM ശമൂവേലിന് ഈ എഴുത്ത് വലിയ ഊർജ്ജമാണ് നൽകിയത്. കാരണം ദൈവിക നടത്തിപ്പ് ആ വിഷയത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. രണ്ടാമത്തെ വിഷയം, അദ്ദേഹത്തിന് ഇവിടുന്ന് കടന്നു പോകാനുള്ള വണ്ടിക്കൂലിയില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് മദ്രാസ് വരെയുള്ള വണ്ടിക്കൂലിയൊക്കെ ഒപ്പിച്ചു. മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ചെന്നു. മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് അടുത്ത ട്രെയിനിന് കയറി മസൂലിപട്ടണത്ത് ഇറങ്ങാനുള്ള വണ്ടിക്കൂലിയില്ല. എന്നാലും ദൈവാത്മാവ് പറഞ്ഞതാണല്ലോ എന്നുള്ള ധൈര്യത്തിൽ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ട്രെയിൻ വരുന്നതിന് കുറച്ച് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ മദ്രാസിലെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത ഒരാൾ പെട്ടെന്ന് ഇദ്ദേഹത്തെ തിരിച്ചറിയുകയാണ്, പാസ്റ്റർ PM ശമൂവേലിനെ. അടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പാസ്റ്റർ PM ശമൂവേലല്ലേ? അതെ. പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇതുപോലെ മസൂലിപട്ടണത്തേക്ക് പോവുകയാണ്. എന്നാൽ പാസ്റ്റർ വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. അങ്ങനെ അദ്ദേഹത്തെയും കൊണ്ടുപോയി ആഹാരമൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വന്നു. അങ്ങനെ വന്ന് നിന്ന് ഇദ്ദേഹം അങ്ങ് പോയി. കൂടെ വന്നയാളങ്ങ് പോയി. പാസ്റ്റർ വീണ്ടും സങ്കടത്തിലായി. എന്തു ചെയ്യും? ടിക്കറ്റ് ഇല്ലാതെ വണ്ടിക്ക് കയറാൻ പറ്റുമോ? ഏതാനും നിമിഷങ്ങൾക്കകം വണ്ടി പ്ലാറ്റ്ഫോമിലെത്തും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ട്രെയിൻ കടന്നു വരുന്നത്. പാസ്റ്റർ പതുക്കെ മുന്നോട്ടയയുകയാണ്. മനസ്സിൽ ഭയങ്കരമായ ദുഃഖങ്ങൾ. കാരണം റെയിൽവേയിൽ ടിക്കറ്റില്ലാതെ കയറുക, അനന്തര ഫലം എന്താകുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പാസ്റ്റർ എന്നൊരു വിളി വരുന്നത്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അല്പം മുമ്പ് കണ്ട ആ സ്നേഹിതനാണ്. അദ്ദേഹം ഈ പാസ്റ്ററുടെ കയ്യിൽ ആന്ധ്രാപ്രദേശിലേക്ക് എത്താനുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൈ കൊടുത്തു. പാസ്റ്റർക്ക് വളരെ സന്തോഷം തോന്നി. പെട്ടെന്ന് ട്രെയിനിലേക്ക് കയറി. ട്രെയിൻ വിട്ടു. ഒരു വാക്ക് നന്ദി പറയാൻ പോലും സമയം കിട്ടിയില്ല. ട്രെയിനിൽ കയറി പാസ്റ്റർ ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പാസ്റ്റർ നന്ദിയോടെ ആ വിഷയം ഓർക്കുന്നത്. ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവിക പദ്ധതി തിരിഹിതം മനസ്സിലാക്കി കടന്നു പോകുന്ന നാം ഓരോരുത്തർക്കും ദൈവം നൽകുന്ന ചില ഗ്യാരണ്ടികളുണ്ട്. അത് തിരിഹിതം മനസ്സിലാക്കി കടന്നു പോകുന്നവർക്ക് മാത്രമുള്ളതാണ്. ടിക്കറ്റ് പോലും കൊണ്ടു കൊടുക്കാൻ ദൈവം ആളുകളെ അവിടെ കൃത്യസമയത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു.
ഇതുപോലെ മറ്റൊരു അനുഭവമുണ്ട്. അത് ബ്രസീലിലാണ്. ഒരു അത്ഭുതകരമായ ദൈവിക നടത്തിപ്പ്. കേട്ടുകേൾവി മാത്രമുള്ള ഒരു സ്ഥലത്തെ തേടി ഉള്ള യാത്ര. അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞ് ആ ദേശം കീഴടക്കുന്ന 2 മിഷണറിമാർ. ഇതും ദൈവഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് കടന്നുപോയ 2 പേരെക്കുറിച്ചുള്ളതാണ്. അമേരിക്കയിലെ അസുസ സ്ട്രീറ്റിലെ ഉണർവ് യോഗങ്ങളിലൂടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഗുണാർ വിൻഗ്രെനും ദാനിയൽ ബെർഗും എന്ന് പറഞ്ഞ 2 മിഷണറിമാർ. അവർ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇൻഡ്യാന സ്റ്റേറ്റിൽ കടന്നു വന്ന് അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നേരെ പ്രവചനമുണ്ടായി. നിങ്ങൾ പാറ എന്ന സ്ഥലത്ത് ചെല്ലണം, അവിടെയാണ് നിങ്ങളെ 2 പേരെയും മിഷണറിമാരായി നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് ആ പ്രവചനം. എന്ന് മാത്രമല്ല, ആ സ്ഥലത്തേക്ക് പോകാനുള്ള തുക ന്യൂയോർക്കിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ കടന്നു പോകുന്ന ഏത് ദിവസമാണോ ആ ദിവസം മറ്റൊരാൾ നിങ്ങൾക്ക് കൊണ്ടുതരും. പ്രവചനം അവർ സ്വീകരിച്ചു. അങ്ങനെ അവർ ഈ പാറ എന്ന സ്ഥലം എവിടെയാണ് എന്നറിയാനുള്ള ഒരു ശ്രമത്തിലായി. അതിനുവേണ്ടി അവർ പല രീതിയിൽ തിരഞ്ഞു. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അന്നതൊന്നും ഇല്ലാത്തതിനാൽ അവർ നേരെ ചിക്കാഗോ പബ്ലിക് ലൈബ്രറിയിൽ ചെന്ന് വിശദമായ പഠനം നടത്തി. ഒടുവിൽ അവർക്ക് മനസ്സിലായി, ബ്രസീലിലെ വടക്ക് കിഴക്കൻ പ്രൊവിൻസിലാണ് ഈ പാറ എന്ന സ്ഥലമെന്ന് മനസ്സിലായി. അങ്ങനെ അവരൊരു ദിവസം തീരുമാനിച്ചു. അന്നവർ ബ്രസീലിലേക്ക് കടന്നു പോവുകയാണ്. നേരെ ന്യൂയോർക്കിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അതുവരെയും കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി അവിടെ അവർക്കുള്ള യാത്രാക്കൂലിയുമായി അവിടെ എത്തിയിരിക്കുന്നു. ഈ സംഭവം നടക്കുന്നത് 1910-ലാണ്. അങ്ങനെ ആ വണ്ടിക്കൂലിയും വാങ്ങിച്ച് അവർ അവിടുന്ന് യാത്ര തുടങ്ങി ബ്രസീലിലെ പാറയിൽ എത്തിച്ചേർന്നു. അവരാണ് ബ്രസീലിലെ ആദ്യ പെന്തക്കോസ്ത് മിഷണറിമാരായി മാറിയത്. ഇതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അങ്ങനെ അവർ ബ്രസീലിൽ ചെന്ന് ദൈവപ്രവൃത്തിയുടെ പൂർത്തീകരണമായി അവിടെ വേല വ്യാപിച്ചു. ഇന്ന് ബ്രസീൽ ജനസംഖ്യയെ അവഗണിക്കാനാവാത്ത വിധം പെന്തക്കോസ്ത് സഭ അവിടെ വളർന്നിരിക്കുന്നു. ദൈവപ്രവൃത്തിയെ അംഗീകരിക്കുക എന്നതും തിരിഹിതം മാനിച്ചു പോവുക എന്നുള്ളതുമാണ് യഥാർത്ഥ വിജയത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.